ഇന്നലെ നല്ല സമാധാനത്തോടെ ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് കിടന്നതാണ്. ചിലപ്പോൾ ഉറക്കം ആദ്യം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നിരിക്കും, ചില ടെൻഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതിനുശേഷം ഒരു സ്വപ്നം കൂടി കാണുന്നു. രാവിലെ ഉണർന്നു കഴിയുമ്പോൾ വല്ലാത്ത ടെൻഷനാണ്. നമ്മുടെ മനസ്സിനെ ഇത് വല്ലാതെ അങ്ങ് ഹോൾഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇതെന്താണ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? ചിലപ്പോൾ നമുക്ക് വലിയ അപകടം സംഭവിക്കുന്നതായിട്ടോ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ടോ, നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നതായിട്ടോ, നമുക്ക് ഒരു വിധത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മളെ വല്ലാത്ത ഭയത്തിലാക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ, എന്താ ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത സ്വപ്നമാണല്ലോ കാണുന്നതെന്നൊക്കെ പോലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ സംഭവിച്ചേക്കാം. എന്താണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്? നമ്മളെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ തന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങളോ, നമ്മൾ ഭാവിയെപ്പറ്റി ഭയക്കുന്ന കാര്യങ്ങളോ, കഴിഞ്ഞ കാര്യങ്ങളിലെ മെമ്മറീസ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കും സ്വപ്നങ്ങളായിട്ട് നമ്മൾ ഉറങ്ങിയതിന് ശേഷം നമുക്ക് കിട്ടുന്നത്. ചിലത് നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റും, മറ്റു ചിലത് അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഹിഡൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സ്വപ്നങ്ങൾ കണ്ട് പേടിക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മളിത് നടക്കാൻ പോകുന്ന എന്തോ ഒരു വലിയ അപകടത്തിൻ്റെ സൂചനയായിട്ടല്ല ഇത് കാണേണ്ടത്. നമ്മളിത് സൈക്കോളജിക്കലി നോക്കിയാൽ നമ്മുടെ തന്നെ മനസ്സിലെ ഭയങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ സ്വപ്നങ്ങൾ നമുക്ക് തരുന്നത്. നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കുന്നതായി, നമുക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതായി നമ്മൾ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ നല്ലതും മോശവുമായിട്ടുള്ള സ്വപ്നങ്ങൾ നമുക്ക് വരും. അങ്ങനെ ബാഡ് ഡ്രീംസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ടെൻഷനെ കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ. ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിങ്ങനെ ചെയ്യാമേ. കുറച്ച് നേരം ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് സമാധാനമായിട്ട് കുറച്ച് നേരം കിടക്കാം. അല്ലെങ്കിൽ കണ്ണ് തുറന്ന്, ചിലപ്പോൾ ഉറക്കം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കണ്ണ് തുറന്ന് തന്നെ കിടക്കുക. അതിനുശേഷം ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം, ഞാനിപ്പോൾ ഒത്തിരി പ്രഷറൊന്നും കൊടുത്ത് തന്നെ ഉറക്കാനായിട്ട് ഞാൻ നോക്കുന്നില്ല, അത് സാവധാനം വരട്ടെ എന്ന് വിചാരിച്ച് കണ്ണുകൾ തുറന്ന് ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങളൊന്നും ഇല്ലാതെ കണ്ണ് തുറന്ന് തന്നെ കിടക്കുക. സാവധാനം അങ്ങനെ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ ഉറക്കം സാവധാനം വരാനായിട്ട് തുടങ്ങും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഏർപ്പെടുക. നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടാനോ ആർഗ്യുമെൻറ്റ്സിന് പോകാനോ അന്ന് നടന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ അടിക്കാനോ നമ്മൾ നോക്കരുത്. സാവധാനം ഒന്ന് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരിക്കാനോ, ഒന്ന് സമാധാനമായിട്ട് ഒരുപാട് ആക്റ്റീവ് അല്ലാത്ത നമ്മുടെ ബ്രെയിനിനെ അങ്ങ് വല്ലാണ്ട് ആക്റ്റീവ് ആക്കാത്ത രീതിയിൽ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുക. നന്നായിട്ട് ഉറക്കം വന്നതിന് ശേഷം ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനു മുമ്പ് വേറെ മുറിയിൽ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക. ഉറക്കം വന്നതിന് ശേഷം മുറിയിലേക്ക് പോവുക. ബെഡ്റൂം നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് മാത്രം മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ബെഡിലിരുന്ന് ഫോൺ നോക്കുക പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട് കാരണമാണ്. കാരണം നമ്മുടെ ശീലം ഉണ്ടല്ലോ, ആ മുറിയിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ഫോൺ നോക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ടെൻഡൻസി വരിക. അപ്പോൾ അതുകൊണ്ട് ആ ബെഡ്റൂം എന്ന് പറയുന്നത് എപ്പോഴും ഉറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുക. ബാക്കി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മറ്റൊരു മുറിയിലേക്ക് ഇരിക്കുക എന്നുള്ളത് എഫക്റ്റീവായിരിക്കും. ഉറക്കം വന്നതിന് ശേഷം പോയി കിടക്കുക, ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. ഉത്കണ്ഠപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ഉത്കണ്ഠകൾ പലതും അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. അതൊരു തിങ്കിങ് ആണ്, നമ്മുടെ ഒരു ചിന്തയാണത്. അത് ചിലപ്പോൾ നടക്കാൻ, ചിലപ്പോൾ നടക്കില്ല. അത് നടക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. സാവധാനം നല്ല ഉറക്കം കിട്ടാനും നമ്മുടെ സ്വപ്നങ്ങളെ ഭയക്കാതെ നല്ല സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം.